പിന്നെ എന്താ പറയുക, നമ്മൾ കുട്ടികളെ ഒരു പരിധിക്ക് കൂടുതൽ നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനോടുള്ള താല്പര്യം പോവും. പക്ഷെ അവൻ ചെയ്തോളും കുറച്ച് കഴിഞ്ഞാൽ. ആ കോൺഫിഡൻസ് ചേച്ചിക്കുണ്ടോ? എന്തായാലും ചെയ്യും. ആണോ? അതെന്തുകൊണ്ടാ അത്ര ഒരു കോൺഫിഡൻസ് വരെ കാര്യം? അത് കുറച്ചു കാലം കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കുത്തുവാള എടുക്കുമ്പോ എന്തായാലും ചെയ്യാൻ തുടങ്ങുമ്പോ. 16 വയസ്സുള്ള കൊച്ചിനെ കുറിച്ചാണ് അല്ല, അങ്ങനെയല്ല, കുറച്ച് കാലം കഴിയണം. ഇപ്പൊ എന്താ അറിയോ, കുട്ടികൾക്ക് സ്ട്രെസ് ഒന്നുമില്ല, ടെൻഷൻസ് ഇല്ല, സമ്പാദിക്കുന്നതിന്റെ ബുദ്ധിമുട്ടില്ല, ലൈഫിൽ എന്താ വരുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ സ്ട്രെസ്സോ അല്ലെങ്കിൽ അസുഖങ്ങള് ചിലപ്പം ഇങ്ങനെ വരുമ്പോ, എനിക്കൊക്കെ ശരിക്കും ശ്വാസം മുട്ടും മൈഗ്രെയിനും അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം പോളിസിസ്റ്റിക് ഓവറി ആയിരുന്നു. പക്ഷെ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയത് ഈ യോഗ കാരണമാണ്. അതെനിക്ക് ഭയങ്കര അനുഭവമാണ്. ചേച്ചിക്ക് എപ്പോഴും ചേച്ചി ഒരു ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ള ആളായിരുന്നോ? വല്ലപ്പോഴൊക്കെ ദേഷ്യം വരാറുണ്ട്. അത്രേ ഉള്ളൂ. അല്ല, അങ്ങനെ ആ ഒരു എന്തെങ്കിലും ഷോർട്ട് ടെമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറാനായിട്ട് ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് മാറിയപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് വരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അതിന് പൊതുവേ ദേഷ്യം വരാത്ത ആളാണ്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നിട്ട് എനിക്ക് തോന്നുന്നു 5-6 ഇയേഴ്സ് ആയിട്ടുണ്ടാവണം. 6 ഇയേഴ്സ് ആയിട്ട് ദേഷ്യം വന്നിട്ടില്ല? ഇല്ല, കുറവാ. കാരണം എന്താ, ദേഷ്യം വന്നാൽ ഭയങ്കര വൃത്തികെട്ട ദേഷ്യം. 6 വർഷമായിട്ട് പക്ഷെ മനുഷ്യൻ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കുന്നേ? അതല്ല, അത് ആരായാലും അതിന് മാറാൻ വേണ്ടി എന്തും നമ്മൾ ചെയ്തു പോകും. അങ്ങനത്തെ ദേഷ്യ. അപ്പൊ അതുകൊണ്ട് അതായത് എങ്ങനെയാ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എറിഞ്ഞു പൊട്ടിക്കുക. എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ലാസ്റ്റ് ദേഷ്യം വന്നത് നമ്മൾ US വെച്ചിട്ട്, US ആണ്, ഏതൊരു ഫോറിൻ കൺട്രി എവിടെയോ ആണ്. അപ്പോൾ അന്ന് ബിജുവേട്ടനുണ്ട്, ദക്ഷ് ചെറിയ മോന. അപ്പോൾ ബിജുവേട്ടൻ പറഞ്ഞു, ഞാൻ രാവിലെ ഒന്ന് പുറത്ത് പോയിട്ട് വരാം, നമുക്ക് അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് നമുക്ക് ലഞ്ച് പുറത്ത് പോയിട്ട് കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക രാവിലെ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ദക്ഷിന് കൊടുത്തു, കുളിച്ചൊക്കെ എല്ലാം റെഡി ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കുക. അപ്പൊ അറിയാത്ത ഏതോ സ്ഥലം, എനിക്ക് ഓർമ്മയില്ല ഏതാ സ്ഥലം എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, എന്തായാലും അറിയാത്തൊരു സ്ഥലം. അപ്പൊ ഉച്ച കഴിഞ്ഞു, ഉച്ചയായിട്ട് വന്നില്ല ലഞ്ച്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും തിരക്കിൽ പെട്ടുപോയി കാണണം. ഞാൻ വിളിച്ച് കിട്ടുന്നേ ഇല്ല. ലഞ്ച് കഴിഞ്ഞ് അപ്പം ഞാൻ ദക്ഷിണയും കൊണ്ടുപോയി അപ്പുറത്തൊരു റെസ്റ്റോറൻറ്റ് പോയിട്ട് ലഞ്ച് ഒക്കെ കഴിപ്പിച്ചു. കുറച്ച് കഴിയുമ്പോൾ അവൻ എന്തോ ഇങ്ങനെ കളിച്ച് അവനെ കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് 4 o'clock 5 o'clock ഒക്കെ ആയപ്പോൾ നമ്മൾ അറിയാത്തൊരു സ്ഥലമാണ്, പുതിയൊരു സ്ഥലം. ബിജുവേട്ടനെ വിളിച്ച് ഫോണിലും വിളിച്ച് കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ഇത്തിരി പേടിയായി തുടങ്ങി. അവൻ 4, 5, 6 ആയി, 7 ആയി. അപ്പോഴത്തേക്കും മോന് വിശന്ന് തുടങ്ങി, ഡിന്നർ ടൈമായി. പക്ഷേ ഞാൻ പിന്നെയും അവനെ അപ്പുറത്ത് വേറൊരു റെസ്റ്റോറൻറ്റ് കൊണ്ടുപോയിട്ട് ഭക്ഷണം മേടിച്ചു കൊടുത്തു, ഞാനും കഴിച്ചു. പക്ഷെ എനിക്ക് അതിനൊന്നും എനിക്ക് ഇറങ്ങണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ. ഒരു ഫോറിൻ കൺട്രി ആയതുകൊണ്ട് ബിജുവേട്ടന് ഇല്ലല്ലോ എന്നുള്ള ഒരു എവിടെയാന്ന് എന്തെങ്കിലും പറ്റുമോ അങ്ങനെയൊക്കെ നമുക്ക് ചീത്തയായിട്ടൊക്കെ ചിന്തിക്കുമല്ലോ. പക്ഷെ അത് കഴിഞ്ഞ് 6, 7, 8, 9, 10, 11, 12, 1 മണി, 2 മണി, 3 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഉറക്കം വരുന്നില്ല. അപ്പൊ ഞാൻ താഴെ അവിടെ ഫോറിനിലൊക്കെ ഇങ്ങനെ കഫേ മാരി ഉണ്ടാവും. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഞാനൊരു കോഫി കഴിക്കാമെന്ന് വെച്ചാൽ അവിടെ ഇരുന്നപ്പോൾ ഒരു 3 മണിയായപ്പോൾ ഒരാള് നല്ല സന്തോഷമായിട്ട് കയറി വരുന്നു. അപ്പൊ എന്താ ഇവിടെ ഇരിക്കണേ 3 മണിക്ക് കഫേയില്. അപ്പൊ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല അവിടെ നിന്നിട്ട്. അപ്പൊ 3 മണിക്ക് എന്നാ കാപ്പി കുടിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ മുകളിൽ അങ്ങോട്ട് കയറി പോയത് എനിക്ക് എന്തൊക്കെയാ ഞാൻ എടുത്ത് എറിയണതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഞാനൊരു ടേബിൾ ലാമ്പ് എടുത്തിട്ട് ഇങ്ങനെ എറിയാൻ പോയപ്പോ മോനാണെന്നേ. അപ്പൊ അയ്യോ അമ്മ നമ്മളെ കൊല്ലുവച്ചാ, അപ്പൊ നമ്മളെ കൊല്ലാണോ വച്ചാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ വിജയേട്ടൻ ഇങ്ങനെ മോനെ കെട്ടിപ്പിച്ചു, ഇല്ലടാ അമ്മ നമ്മളെ കൊല്ലില്ലടാ.